നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ശില്പ. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച് മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾ മരിച്ചു. നിരവധി പേർ ആശുപത്രിയിൽ. അഹമ്മദാബാദ് വിമാന അപകടം. അമ്മയെ നഷ്ടമായ യുവാവ് ബോയിങ്ങിനെതിരെ US കോടതിയിൽ. ICJ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് മ്യൂസിയം സന്ദർശിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി. കേരളത്തിൽ പലയിടത്തും കാറ്റിനും മഴയ്ക്കും സാധ്യത. UAE അടുത്ത മാസം നടത്തുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിച്ചേക്കും. വാർത്തകൾ വിശദമായി. കുവൈറ്റിൽ വിഷമദ്യ ദുരന്തം. നിർമ്മാണ തൊഴിലാളികൾക്കിടയിലാണ് മദ്യ ദുരന്തമുണ്ടായതെന്ന് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ വ്യാജമദ്യം കഴിച്ചവർക്കാണ് ദുരന്തമുണ്ടായത്. മരണസംഖ്യ എത്രയെന്നത് സംബന്ധിച്ച് ഔദ്യോഗിക വിവരമില്ല. 10 പേർ മരിച്ചതായാണ് അനൌദ്യോഗിക നിഗമനം. എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമില്ല. മരിച്ചവരിൽ ഇന്ത്യക്കാരും മലയാളികളും തമിഴ്നാട് സ്വദേശികളും ഉൾപ്പെടുന്നതായി സൂചന. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അമ്മയെ നഷ്ടമായ യുവാവ് ബോയിങ്ങിനെതിരെ US കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഹീർ പ്രജാപതിയാണ് അമ്മ കൽപ്പന ബെൻ പ്രജാപതിയുടെ മരണത്തെ തുടർന്ന് നിയമ നടപടികൾ ആരംഭിച്ചത്. ഇന്ത്യയിൽ നിയമ നടപടികൾക്ക് കാലതാമസം ഉണ്ടാകുമെന്നതിനെ തുടർന്നാണ് US കേസ് നൽകിയതെന്ന് കുടുംബം പ്രതികരിച്ചു. അപകട സമയത്ത് സഹായിച്ച സർക്കാരിനും പോലീസിനും കുടുംബം നന്ദി അറിയിച്ചു. ICJ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് മ്യൂസിയം സന്ദർശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ പ്രതിനിധി കൃഷ്ണൻ ഉണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചരിത്രാവശേഷിപ്പുകൾ ഉറങ്ങിക്കിടക്കുന്ന കോട്ടയം പുലരിക്കുന്ന് മഹാത്മാഗാന്ധി ക്യാമ്പസിനുള്ളിലെ പുരാവസ്തു മ്യൂസിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സന്ദർശിച്ചു. ICJ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P. ജേക്കബ്, അധ്യാപകരായ ജീവൻ നന്ദ്യാട്ട്, അജോ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം നടത്തിയത്. പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പുരാതന ആയുധങ്ങൾ, മൺപാത്രങ്ങൾ, പ്രാചീന നാണയങ്ങൾ തുടങ്ങി പുരാതന കാലത്ത് മനുഷ്യനെ മരണശേഷം സംസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന കുടത്തിന്റെ ആകൃതിയിലുള്ള നന്നങ്ങാടികൾ വരെ ഈ പ്രാചീന ശേഖരത്തിലുണ്ട്. കല്ലിൽ കൊത്തിവയ്ക്കാവുന്ന വട്ടെഴുത്തു മാതൃകകൾ, അഭയവരദ മുദ്രയിലുള്ള നാഗശിലകൾ എന്നിവയും ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. പുലരിക്കുന്നിൽ നിന്ന് തന്നെ ശേഖരിച്ച പുരാതന വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിന്റെ മറ്റൊരു സവിശേഷത. പുരാതന വസ്തുക്കളും അവയുടെ ചരിത്രത്തെപ്പറ്റിയും സോഷ്യൽ സയൻസ് അധ്യാപിക ബിനു KT വിദ്യാർത്ഥികളോട് വിശദീകരിച്ചു. കൃഷ്ണനുണ്ണി, ICJ ന്യൂസ്. ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി ആന്ധ്ര ഒഡീഷ തീരസമീപം ന്യൂനമർദ്ദമായി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തര മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. UAE അടുത്ത മാസം നടക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിച്ചേക്കും. അജിത് അഗാർക്കർ അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റി ഓഗസ്റ്റ് 19, 20 തീയതികളിൽ ടീമിനെ പ്രഖ്യാപിച്ചേക്കുമെന്ന് PTI റിപ്പോർട്ട് ചെയ്തു. പരിക്കിനെ തുടർന്ന് ശസ്ത്രക്രിയ വിധേയനായ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഉൾപ്പെടെയുള്ള താരങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം മാത്രമേ ടീം തിരഞ്ഞെടുക്കൂ. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ സ്ഥാനമുറപ്പിച്ചതായി സൂചന. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുവൈറ്റിൽ വിഷമദ്യം കഴിച്ച് മലയാളികൾ ഉൾപ്പെടെ പ്രവാസികൾ മരിച്ചു. നിരവധി പേർ ആശുപത്രിയിൽ. അഹമ്മദാബാദ് വിമാന അപകടം. അമ്മയെ നഷ്ടമായ യുവാവ് ബോയിങ്ങിനെതിരെ US കോടതിയിൽ. ICJ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് മ്യൂസിയം സന്ദർശിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി. കേരളത്തിൽ പലയിടത്തും കാറ്റിനും മഴയ്ക്കും സാധ്യത. UAE അടുത്ത മാസം നടക്കുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിച്ചേക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.